ഇന്ന് നമുക്ക് ഹോട്ടലുകളിൽ കാണുന്ന ഒരു ഉള്ളിവട അങ്ങോട്ട് ശരിയാക്കിയാലോ. ഇതേപോലെ മാവ് എടുക്കാം, ഇതേപോലെ കണ്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഒരു കിഡിലൻ ഉള്ളിവട റെഡി. അപ്പൊ ഈ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസിസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 9 ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പറ്റണേ. ഒരു ബോളിലേക്ക് ഒരു 200 ഗ്രാം സബോള ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഫൈനായി ചോപ്പ് ചെയ്തത്, പിന്നെ 4 പീസ് പച്ചമുളക് ഫൈനായി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചോപ്പ് ചെയ്തത്, പിന്നെ 2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി പിഴിയതേ പോലെ ആ സബോളയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു 300 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. ബാച്ച് ബൈ ബാച്ചായിട്ട് ചേർക്കാം. നിങ്ങളുടെ മൈദയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് കുഴയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 മിനിറ്റ് വരെ അത് കുഴയ്ക്കണം കേട്ടോ. അപ്പോഴാണ് സോഫ്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ നേരം അത് റെസ്റ്റ് ചെയ്യാം. അത് നന്നായിട്ട് കുളിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ വെള്ളത്തിലും കൈയൊന്ന് മുക്കി ഇതേപോലെ ഒരു ബോൾ ഉണ്ടാക്കി അങ്ങോട്ട് വട ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഓയിലിൽ വടകളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് മൊരിഞ്ഞു വരാനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളർ, നല്ല റിച്ച് ബ്രൗൺ കളർ ആവണ വരെ കുക്ക് ചെയ്യുക. ചൂട് ഒരു മീഡിയം ഹീറ്റിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കാവും. പുറത്താണെങ്കിൽ നല്ല ക്രിസ്പും ആവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞ് നല്ല ചൂടുള്ള ചായയുടെ കൂടെ ആസ്വദിച്ച് കഴിക്കും. നാല് മണി സമയത്ത് ഇതേപോലെ ചായയും ഉള്ളിവടയും എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? ചൂടൻ ചായ, നമ്മുടെ ഉള്ളിവട, ഇഡു കോമ്പിനേഷൻ. അപ്പം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും